മെഡിക്കൽ കോളേജ് വണ്ടി രാവിലെ ഇതുവഴി വരാനുള്ള ഏർപ്പാടുണ്ട്. ഇവിടെ കയറി ആളെയും കയറ്റിക്കൊണ്ട് മെഡിക്കൽ കോളേജിലേക്കും അതുവഴി മെഡിക്കൽ കോളേജ് മാത്രമല്ല ക്യാൻസർ സെൻറ്റർ വഴി മെഡിക്കൽ കോളേജ് വഴി എറണാകുളത്തേക്കുള്ള ഒരു വണ്ടി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇതുവഴി വരും എന്നുണ്ട്. അത് റെഡിയാണ്, അത് വണ്ടി റെഡിയാണ്, അത് ഓടി തുടങ്ങും. അത് നാളെ മറ്റന്നാൾ എന്നാ ഓടുന്ന അറിയത്തില്ല. ഇവിടെ പ്രവേശിച്ച് തൊടുപുഴയിൽ നിന്ന് തുടങ്ങുന്ന 2 വണ്ടികൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താൽ കുറച്ചുകൂടി ആളെ കിട്ടും എന്നൊരു വലിയ ഡ്യൂട്ടി വ്യത്യാസമില്ലാതെ കൊടുക്കാൻ കഴിയുന്ന ഒരു റിക്വസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതും ഞാൻ പരിശോധിക്കുന്നതായിരിക്കും. ഇത്രയും പണം നൽകി ഞാൻ നിർത്തിപ്പിക്കുന്നത്, ഇത്രയും പണം നൽകി ഇത്ര മനോഹരമായൊരു കെട്ടിടം ഇതിന് മേളിൽ 4 ക്ലോക്ക് കൂടെ വരാനുണ്ട്. അത് MLA സ്പോൺസറെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 2 ദിവസത്തിനകത്ത് വെച്ച് കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞാൽ ക്ലോക്ക് ഒന്ന് പിന്നെ വിടായി അതിനുള്ള ഉടൻ തന്നെ അതൊക്കെ പൂർത്തിയാക്കും. ഇന്ന് ഇത്രയും പണം നൽകി നമ്മളെ സഹായിച്ച MLAയോട് ഞാൻ നന്ദി പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ഒരു സഹായം ഇനിയും KSRTCക്ക് ഉണ്ടാകണം. MLAമാരുടെ സഹായം ഉണ്ടാവണം. MP മാർക്കെല്ലാം ഡീൻ കുര്യാക്കോസ് വന്നില്ല. ഞാനൊരു കത്ത് അദ്ദേഹത്തിന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ മേളിൽ സോളാർ വെച്ചുകൊണ്ട് ഇതിൻ്റെ വൈദ്യുതി ലാഭിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് MLA ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപയിൽ താഴെ അനുവദിക്കണം എന്നൊരു റിക്വസ്റ്റ് വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാരും പ്രവർത്തകരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തെ വിളിച്ചു വരണം. മന്ത്രി ഇങ്ങനൊരു കരുത്ത് അയച്ചിട്ടുണ്ട്. 10 PA തന്നില്ലെങ്കിൽ എടുത്തു നോക്കി എത്രയും പെട്ടെന്ന് ഒരു 6-8 ലക്ഷം രൂപയുടെ ആവശ്യമുള്ളൂ. ഇത് മൊത്തം സോളാർ വെച്ചാൽ ഇവിടുത്തെ വൈദ്യുതി നമുക്ക് ലാഭിക്കാം. KSRTC എല്ലാ MP മാരും സഹായിക്കണം. ഡീൻ കുര്യാക്കോസിനെ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല. കുഴൽനാടനും ഡീൻ കുര്യാക്കോസിനെ പറയണം. MLA മാർക്ക് ഉള്ളതുപോലെ 7 കോടി രൂപ അവർക്കുണ്ട്. സോളാർ പാനൽ വയ്ക്കാൻ അനുവാദം കൊടുക്കാൻ പറ്റും. അവർ അത് കളക്ടർക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് ചെയ്തു തന്നാൽ ഉപകാരമായിരുന്നു. ഓരോ ബസ് സ്റ്റേഷനിലും എത്ര വേണ്ടി വരും, ഓരോ ബസ് സ്റ്റേഷനിലും എത്ര ഇഷ്ടമുള്ള ഇലക്ഷൻ എല്ലാ MP മാർക്കും ലെറ്റർ അയച്ചു കൊടുത്ത് ഒരു MPയുടെ കീഴിലുള്ള ഇന്ന ബസ് സ്റ്റാൻഡുകൾ അവിടെ ഓരോന്നിനും സോളാർ വയ്ക്കാൻ ഇത്ര വൈദ്യുതി ഉൽപ്പാദിക്കാൻ ഇത്ര പൈസ വേണം എന്ന് അദ്ദേഹത്തിന് സെലക്ട് ചെയ്യാം എന്ന് പറഞ്ഞ് എൻ്റെ കത്താണ്, ഞാൻ നേരിട്ട് എഴുതിയ കത്താണ്. അത് KSRTC ഉദ്യോഗസ്ഥർ തന്നെയാണ് MP മാരെ വീട്ടിലെത്തിച്ചിട്ടുള്ളത്. ഡീൻ കുര്യാക്കോസിനോട് 1-2 ബസ് സ്റ്റേഷനിലേക്ക് പണം നൽകാൻ അദ്ദേഹത്തിൻ്റെ ഇടുക്കി മുതൽ ഇനി വ്യാപിച്ച് കിടക്കുകയാണ് നൽകാനായിട്ട് കുഴൽനാടൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ, UDF നേതാക്കൾ നിർബന്ധമായി അദ്ദേഹത്തോട് പറയണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത്രയും സൗകര്യങ്ങൾ ചെയ്തു തന്ന MLAയോട് ഇനിയും സൗകര്യങ്ങൾ നൽകണം. എല്ലാ MLA മാരും KSRTCയെ സഹായിച്ച് സിവിൽ വർക്കുകളെല്ലാം ചെയ്ത് നമുക്ക് മനോഹരമായ ബസ് സ്റ്റേഷൻ ഉണ്ടാക്കണം. ഏറ്റവും കൂടുതൽ ബസ് സ്റ്റേഷൻ നിർമ്മിക്കുന്നത് എപ്പോഴാണ്? കൊട്ടാരക്കര, ആറ്റിങ്ങൽ, കൊല്ലം എല്ലാം കല്ലിട്ട് കഴിഞ്ഞു. കായംകുളം, ചെങ്ങന്നൂർ, ഇത് ജോണി നെല്ലൂർ ആദ്യം 2001 ഞാൻ മന്ത്രിയായപ്പോൾ ജോണി ചേട്ടൻ ചെയർമാനായിട്ടൊരു കമ്മിറ്റി ഏതൊക്കെ ബസ് സ്റ്റാൻഡ് നവീകരിക്കണം കമ്മിറ്റിയെ കൂടിയുള്ളൂ, കാര്യം നടന്നില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വരികയാണ്. പിന്നെ ജോണി ചേട്ടൻ നമ്മളൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു, കമ്മിറ്റി ഉണ്ടായിരുന്നു. അന്ന് നടന്നത് അങ്കമാലി നടന്നു, തിരുവല്ല നടന്നു, തിരുവനന്തപുരം. ഇത് മാത്രം അത് TTDS ആണ് ചെയ്തത്. നമ്മൾ KSRTC തന്നെ ചെയ്യുന്നത് ഇപ്പോൾ MLA മാർ കൊണ്ടുപയോഗിച്ചും ഗവൺമെൻറ് ഫണ്ട് ഉപയോഗിച്ചും ചെയ്യുന്നത്. മഞ്ചേരി, മലപ്പുറം 1-ാം ഘട്ടം കഴിഞ്ഞ് 2-ാം ഘട്ടത്തിന് 5 കോടി ഇപ്പോൾ അനുവദിച്ചു. അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞു, അതിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തൃശ്ശൂർ പുതിയ ബസ് സ്റ്റേഷൻ വരെ മനോഹരമായ പുതിയ ബസ് സ്റ്റേഷൻ. ഇരിഞ്ഞാലക്കുട ഈ അടുത്ത കാലത്ത് നിർമ്മാണം തുടങ്ങിയ ചാലക്കുടി MLAയുടെ ഫണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചാലക്കുടി ബസ് സ്റ്റാൻഡിൽ മനോഹരമായ കെട്ടിടം വരുന്നുണ്ട്. അതുകൂടാതെ പിന്നെ ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി, കൊട്ടാരക്കര, ചങ്ങനാശ്ശേരി പണി ഏതാണ്ട് തീരാറായി. മറ്റെല്ലാം നിർമ്മാണം തുടങ്ങുകയാണ്. കായംകുളം, ആറ്റിങ്ങൽ ഇത്രയും ബസ് സ്റ്റേഷനുകളാണ്. ഇത്രയധികം ബസ് സ്റ്റേഷൻ കേരളത്തിൻ്റെ KSRTCയുടെ ചരിത്രത്തിൽ ഒരുമിച്ച് നിർമ്മാണം തുടങ്ങിയത് ഈ കാലഘട്ടത്തിലാണ് എന്ന് അറിയിച്ചുകൊണ്ട് എല്ലാ KSRTC വിജയത്തിനും പങ്കാളിയാവുന്ന നല്ലവരായ നാട്ടുകാരോടും KSRTC ജീവനക്കാരോടും ജനപ്രതിനിധികളോടും ഉള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഈ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നിങ്ങളുടെ ഏവരുടെ അനുവാദത്തോടെ സർവ്വ ഈശ്വരൻ്റെ അനുഗ്രഹത്തോടെ നിർവഹിച്ചായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. മൂവാറ്റുപുഴയുടെ വികസന ചരിത്രത്തിൽ ഇതൊരു സുപ്രധാന നിമിഷമാണ്. സർ പറഞ്ഞ പോലെ നമ്മളുടെ ബഹുമാനപ്പെട്ട ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല എങ്കിലും അദ്ദേഹത്തിന്റെ ആശംസകൾ നമ്മെ അറിയിച്ചിട്ടുണ്ട്. താങ്ക് യു. അടുത്തതായി മുഖ്യപ്രഭാഷണത്തിനായി മൂവാറ്റുപുഴ നഗരസഭയുടെ ചെയർപേഴ്സൺ, നഗരത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ സജീവമായി നേതൃത്വം നൽകുന്ന ശ്രീമതി ജോയ്സ് മേരി ആന്റണി മാമിനെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏറെ സ്നേഹമാനപ്പെട്ട ആദരണീയനായ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ KB ഗണേഷ് കുമാർ, ഏറെ സ്നേഹമാനപ്പെട്ട ഡോക്ടർ മാത്യു കുഴൽനാടൻ MLA, സ്നേഹപ്പെട്ട ഡോക്ടർ PS